സോ ഇന്നലെ അങ്ങനെ ഫൈനൽ ഡെസ്റ്റിനേഷന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബ്ലഡ് ലൈൻസ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആദ്യമായിട്ടാണ് ഞാനൊരു ഫൈനൽ ഡെസ്റ്റിനേഷന്റെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് തന്നെ. കാരണം ലാസ്റ്റത്തെ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 5ാമത്തെ പാർട്ട് 2011 എനിക്ക് തോന്നുന്നു. ആ ഒരു സമയത്ത് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അവർ തിയേറ്ററിലൊന്നും കേട്ടിട്ടില്ലായിരുന്നു. സോ ഫൈനലി ബ്ലഡ് ലൈൻസ് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ സത്യം പറയില്ല, ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ തന്നെയായിരുന്നു ഞാൻ ഈ പടം കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 5 സിനിമകൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അത് 1, 2 നൈസ് പടങ്ങളായിരുന്നു. പിന്നെ 3, 4 നേരെ ക്വാളിറ്റി താഴത്തേക്ക് പോയി. പിന്നെ 5ാമത്തെ നല്ലതായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം, ഈ ഒരു പടം അവർക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഹൊറർ ജോണർ ഇഷ്ടപ്പെടുന്നതും അതുകൂടാതെ ഇതേപോലത്തെ യുണീക്ക് കിൽസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളെ സാറ്റിസ്ഫൈക്കാൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ ഈ പടത്തിനകത്തുണ്ട്. മുടക്കിയിട്ടുള്ള കാശിനുള്ള പടം ഉണ്ടെന്ന് തന്നെ എനിക്ക് എന്താണെങ്കിലും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും, 5 പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ 5 പാർട്ട് കാണാതെ എനിക്ക് ഈ പടം കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാധിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 5ാമത്തെ പാർട്ടായിരുന്നു. ആദ്യത്തെ പാർട്ട് വരെ ഉണ്ടായിരുന്ന ഏകദേശം ഒരു സീക്വൽ എന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊരു സീക്വൽ തന്നെയാണ്. പക്ഷെ എന്നാലും ബാക്കിയുള്ള സിനിമ കണ്ടിട്ട് ഇത് കാണണമെന്ന് എനിക്ക് എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ തന്നെയാണ്. കാരണം ബാക്കിയുള്ള സിനിമകളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു റെഫറൻസ് ഇവർ ഈ ഒരു സിനിമയ്ക്കകത്ത് ത്രൂട്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാതെ വലിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ യുണീക്ക് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സിനിമയ്ക്ക് എപ്പോഴും ഒരു യുണീക്ക് പാറ്റേൺ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇവർ ഫ്രണ്ട്സ് ചേർന്നിട്ട് എവിടെയെങ്കിലും പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരുത്തിന് ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്രമിനിഷൻ കിട്ടുന്നു, അതിൻ്റെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എല്ലാവരും മരിക്കാൻ പോകുന്നു. എന്നിട്ട് ഈ ഒരു നമ്മുടെ മെയിൻ ക്യാരക്ടർ പോയിട്ട് എല്ലാവരെയും അവിടെ നിന്ന് സേവ് ചെയ്യുന്നു. ആൻഡ് അത് ഡെത്തിന് ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് അവിടെ മുതലാണ് പിന്നെ ഓരോ ക്യാരക്ടേഴ്സ് ഇവരും മരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് ആ ഒരു കൺസെപ്റ്റ് അവർ മൊത്തത്തിൽ മാറ്റി. ഒന്നാമത്തെ കാര്യം, ഇത് ഫ്രണ്ട്സ് അല്ല, ഇതൊരു ഫാമിലിയുടെ കഥയാണ് നമുക്കിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് ആ ഒരു ഫാമിലിയിലുള്ള ബ്ലഡ് ലൈൻസിനകത്തുള്ള ആൾക്കാരുടെ കഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഞാൻ പറഞ്ഞ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മളൊരു യുണീക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ആ ഒരു അപ്രോച്ച് വെച്ചാണ് ഈ ഒരു പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. പാറ്റേൺ അവർക്ക് എന്താണ് നന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിച്ചെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകളുടെ എല്ലാ പാർട്സും കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ടോണി ടോഡ് എല്ലാത്തിനകത്തും എപ്പോഴും ഒക്കെ നമുക്ക് എന്താണെങ്കിലും ഒരു കമിയോ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു പടത്തിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. റീസെന്റ് പുള്ളിക്കാരൻ മരിച്ചു പോയിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് അത് വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളിക്കാരന് ഒരു ഫൈനൽ ഒരു നല്ലൊരു ഗുഡ് ബൈയും കൂടിയാണ് നമുക്ക് ഈ ഒരു ഫിലിമിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത്. പുള്ളിക്കാരനകത്ത് ആക്ച്വലി ഡെത്തിനെ കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഒരു അവസാനത്തെ ഒരു നല്ലൊരു പെർഫോമൻസ് ടോണിന്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വെനത്തിന്റെ ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇതാണ് പുള്ളിക്കാരൻ നല്ലൊരു സെൻഡ് ഓഫ് എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ആൻഡ് ഇനി എടുത്ത് പറയേണ്ട ഈ ഒരു സിനിമയ്ക്കകത്തുള്ള കിൽസ് ആണ്. ഈ ഒരു പടത്തിനകത്ത് എങ്ങനെയൊക്കെ ആൾക്കാർ മരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല യുണീക്ക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലിഫ്റ്റിനകത്തുള്ളൊരു സീനുണ്ട്. ആൻഡ് അത് കൂടാതെ തന്നെ അവസാനം വരുമ്പോൾ ഒരു ഹോസ്പിറ്റലിലുള്ളൊരു സീനുണ്ട്. അതെല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഈ ഒരു സിനിമയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എത്തിക്കുന്നതിനെ അവർക്ക് കുറച്ചും കൂടി ഒന്ന് റഷ് ചെയ്ത് പോയതുപോലെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എങ്ങനെയെങ്കിലും കൊണ്ടൊന്ന് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച് അവസാനിപ്പിച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, അതായത് അവർക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ലാസ്റ്റ് വന്നപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിന്റെ പേസിങ് പോയത് ശരിയായിട്ടില്ല. പക്ഷെ ബാക്കി ഓവറോൾ അത്യാവശ്യം നൈസായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ആസ് എ ഓഡിയൻസ് ഇതേപോലത്തെ ഹൊറർ ഇതേപോലത്തെ കിൽസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാവുന്നത് തന്നെയാണ്. നിങ്ങളുടെ എന്തായാലും കാശ് പോകാൻ പോകുന്നില്ല. പിന്നെ ഇതൊരു 18+ പടമാണ്. അതുകൊണ്ട് തന്നെ 18 താഴെ പോകണമെങ്കിൽ അവർ തന്നെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് തന്നെ ഓർത്തിരുന്നോളം ഈ ഒരു പടം കാണാൻ പോകുമ്പോൾ തന്നെ. അതായത് ഇന്ത്യയിൽ ഇതൊരു അഡൾട്ട് റേറ്റഡ് ഫിലിം കൂടി തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ബ്ലഡ് ലൈൻസിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമ ഏതാണ്? അതിനകത്തുള്ള പേഴ്സണൽ ഫേവറേറ്റ് കില്ല് ഏതാണ്? എന്നോട് ഇപ്പോഴും ചോദിക്കണമെങ്കിൽ ഞാൻ പറയും ഫൈനൽ ഡെസ്റ്റിനേഷൻ 2-നകത്തുള്ള ആ ഒരു ട്രക്ക്, ആ ഒരു ഇത് വന്ന് വീഴുന്നത്. ഞാൻ എപ്പോഴും വണ്ടി ഓടിച്ച് പോകുമ്പോൾ എങ്ങനത്തെ എന്തെങ്കിലും ട്രക്ക് കണ്ടില്ല എനിക്ക് അപ്പം പേടിയാണ്. ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കാറില്ല. ആൻഡ് അത് ഭയങ്കര യൂണീക്കാണ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിലും ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തിന് കൂടുതൽ പറയുന്നത്, ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് അതായത് മാർക്കറ്റിങ്ങിന് വരെ അവർ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. Stay safe guys, stay awesome. See you guys next episode. Watch.